ഹൈന്ദവ പുരാണത്തിൽ ഒരു കഥയുണ്ട്. മനുഷ്യർ ദേവന്മാരെ പോലെ ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു. മനുഷ്യൻ തന്റെ ദിവ്യത്വത്തെ ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ബ്രഹ്മാവ് ഒരു തീരുമാനമെടുത്തു. ഏത് വിധേനയും മനുഷ്യന്റെ ദിവ്യശക്തിയെ തിരിച്ചെടുക്കണം, എന്നിട്ട് അത് എവിടെയെങ്കിലും ഒളിപ്പിക്കണം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ബ്രഹ്മാവ് ദേവന്മാരെ എല്ലാം വിളിച്ചു വരുത്തി. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു ഭൂമിയിൽ ആഴത്തിൽ കുഴിയുണ്ടാക്കി മനുഷ്യന്റെ ദിവ്യശക്തി നമുക്ക് അതിൽ കുഴിച്ചു മൂടാം. മറ്റു ചിലർ അതിനെ ശക്തമായി എതിർത്തു. അവർ പറഞ്ഞു അതൊരിക്കലും നടപ്പാവില്ല. കാരണം മനുഷ്യൻ നാളെ ഏതെങ്കിലും ഒരു സമയത്ത് ഭൂമിയിൽ കുഴിച്ച് അത് കണ്ടെത്തും. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ഈ ദിവ്യശക്തിയെ നമുക്ക് മഹാസമുദ്രത്തിന്റെ ആഴത്തട്ടിൽ കെട്ടിത്താഴ്ത്താം. പിന്നീടാണ് അവർ ചിന്തിച്ചത് അതും പോസിബിൾ അല്ല. കാരണം നാളെ ഏതെങ്കിലും ഒരു സമയത്ത് മനുഷ്യൻ കടലിന്റെ ആഴത്തട്ടിൽ പോയിട്ട് അത് കണ്ടെത്തും. ഭൂമിയിലെ വെള്ളത്തിലോ മനുഷ്യന്റെ ദിവ്യശക്തി ഒളിപ്പിക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായി. പിന്നെ എവിടെ സൂക്ഷിക്കും? പിന്നീട് അവർ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകാശത്തിൽ സൂക്ഷിക്കാം, ഏതെങ്കിലും ഗ്രഹങ്ങളിലോ നക്ഷത്രങ്ങളോ സൂക്ഷിക്കാം. പക്ഷെ അതും മനുഷ്യന് അപ്രാപ്യമായ ഒരു കാര്യമല്ല എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിരുന്നു. ആ സമയത്ത് ബ്രഹ്മാവ് ഒരു ആശയം മുന്നോട്ട് വെച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, അവന്റെ ദിവ്യശക്തിയെ അവനിൽ തന്നെ ഒളിപ്പിക്കാം. അവന്റെ വ്യക്തിത്വത്തിന്റെ അടിത്തട്ടിലേക്ക് അവൻ ഒരിക്കലും അന്വേഷിക്കില്ല. എന്നിട്ട് വേണ്ടേ ഇത് കണ്ടുപിടിക്കാം. അന്ന് മുതൽ മനുഷ്യൻ അവന്റെ ദിവ്യശക്തിയെ കണ്ടെത്താനായിട്ട് ഭൂമിയിലും വെള്ളത്തിലും ആകാശത്തിലും ഒക്കെ അന്വേഷിക്കണം. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ ദിവ്യശക്തിയെ കണ്ടെത്താതെ നമ്മൾ എന്ത് ചെയ്താലും എവിടെ പോയാലും നമുക്ക് സമാധാനം ലഭിക്കുകയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്ത ദിവ്യരഹസ്യം ഇത് തന്നെയായിരുന്നു. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.